ഈ ബോൺനതാലയിൽ കൃത്യമായിട്ട് നിഴലിക്കുന്നു. കഴിഞ്ഞ 13 വർഷ കാലയളവിൽ തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും നേതൃത്വം നൽകിയ ബോൺനതാലയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടുകൾ ആരംഭം കുറിച്ചു. 2014 നിലവിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നോർത്ത് അയർലൻഡിൽ 13,000-ഓളം ക്രിസ്മസ് പാപ്പമാരും സാംസ്കാരിക അനുരൂപണത്തിന്റെ പ്രതീകമായി ഈ രാജ്യത്ത് തന്നെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ലോകത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സാധ്യതയായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. വലിയ സാധ്യതകളുടെ ലോകത്ത് ദൃശ്യവിസ്മയങ്ങളുടെ ലോകത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള തന്നെ ഈ പരിപാടി ടൂറിസം മന്ത്രി നേരിട്ട് തന്നെ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നേരിട്ട് തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി. തൃശ്ശൂരിന്റെ 2 മന്ത്രിമാരും ശ്രീ കെ രാജനും ഡോക്ടർ ആർ ബിന്ദു ഉൾപ്പെടെയുള്ള 2 മന്ത്രിമാരും ഇന്ന് ഈ പരിപാടിയിൽ സജീവ സാന്നിധ്യമായിരുന്നു. കേരളത്തിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ അവർ ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയുടെ ചീഫ് പാട്രനായിട്ടുള്ളത് പുതുതായി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂരിന്റെ സ്വന്തം ഡോക്ടർ നിധി ജസ്റ്റിൽ കണ്ട സ്വപ്നമാണ് 13 വർഷക്കാലം തുടർച്ചയായി തൃശ്ശൂർ നഗരവീഥികളെ ഏറ്റവും വിസ്മയ കാഴ്ചയാക്കി ഏറ്റവും മഹത്തരമായിട്ടുള്ള കാഴ്ചയായിട്ട് നിലനിർത്തിയത്. ഞാൻ സൂചിപ്പിച്ചത് അത്രയും മനോഹരമായി സംഘടിപ്പിക്കാൻ വൈവിധ്യങ്ങളായിട്ടുള്ള ആളുകളെ കൂടി സഹകരിപ്പിക്കാൻ ഈ ക്രിസ്മസ് ബോൺനതാലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തൃശ്ശൂരിന്റെ നന്മയാണ്, തൃശ്ശൂരിന്റെ സാംസ്കാരിക നന്മയുടെ പ്രതീകം കൂടിയാണ്. പുലിക്കളി തൃശ്ശൂർ കണ്ട് പരിചയിച്ചതാണ്. ഒരേ മനസ്സാണ്, ഞങ്ങളുടെ രക്തത്തിന് ഒരേ നിറമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാംസ്കാരിക അനുരൂപണം
അതിന്റെ പ്ലോട്ടാണ് ഇതാ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂർ പേരുടെ ശക്തിന്റെ മണ്ണിലാണ് എന്ന് കൂട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്ര സമയം പിന്നിട്ടും അടുത്ത കാഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണും കാതുകളും